ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് എല്ലാവർക്കും എന്നുണ്ടോന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും ഇംഗ്ലീഷിനോട് ഒരു പേടിയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം ഒക്കെ വളരെ വളരെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എവിടെയും മാർക്ക് പോകാൻ പാടില്ല. അധിക ആളുകളുടെയും ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട്. നമ്മൾ എത്ര പഠിച്ചാലും എക്സാം ഹോളിൽ എത്തുമ്പോൾ അതിന്റെ ഗ്രാമർ സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, നിങ്ങൾക്ക് എന്നല്ല അധിക ആളുകൾക്കും. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ഗൈസ്? ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ പോവാണ്. എങ്ങനെയാ പഠിക്കുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളത് അതായത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കാരണം ജോലി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുകയും കൂടി വേണം. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇംഗ്ലീഷിലെ ഏറ്റവും ബേസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏത് കുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടികൾക്കൊക്കെ അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അറിയുന്ന ടോപ്പിക് എന്നല്ല, അറിയുന്ന 2-3 വേർഡ്സുകളാണ് ഈസ്, ആം, ആറ്. ഇത് കേൾക്കാത്ത ആരും ഇംഗ്ലീഷിലുണ്ടാവും. അതായത് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഈസും ആമും ആറും കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലെങ്കിൽ പോലും ഈസും ആമും ആറൊക്കെ നമുക്ക് വളരെ വളരെ സുപരിചിതമാണ് അല്ലെ. അപ്പൊ അതിന്റെ യൂസേജ് അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ എന്താണ് ഈസ്, ആം, ആറ്? നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടല്ലേ ഈസും ആമും ആറും ഒക്കെ. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കും. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈസ്, ആം, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറ്. എന്താണ്? ആകുന്നു, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? ഈസ്, ആം, ആറ് ഉപയോഗിക്കാറ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഇനി നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആമിന്റെ യൂസേജ് ആണ്. ആം നമ്മൾ ഐയുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പഠിച്ചു വെക്കണം. അതായത് ഈസ്, ആം, ആർ. അതില് ആം ഐയുടെ കൂടെ മാത്രം, ഐ ആം അങ്ങനെ പറയുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഐയുടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആം യൂസ് ചെയ്യുക. ഐയുടെ കൂടെ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ആം യൂസ് ചെയ്യുള്ളൂ. നോക്കൂ, ഐ ആം ഹാപ്പി. ഞാൻ ഹാപ്പി ആണ് എന്ന് പറയാനാണ് അല്ലെ. അപ്പൊ ആണ് എന്ന് പറയാണ് അവിടെ ചെയ്യുന്നത്. ഐ ആം ഗോയിങ് ടു സ്കൂൾ. നോക്കൂ, ഓക്കെ, ഐ ആം എ സ്റ്റുഡന്റ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആം യൂസ് ചെയ്യുക. തെറ്റിപ്പോകരുത്. ആം എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഐയുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യൂ. ഐയുടെ കൂടെ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ആം യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് ഈസ്. ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? സിംഗുലർ നൗൺസ് ആൻഡ് ഹി, ഷീ, ഇറ്റ്. എവിടെയാണ് ഈസ് യൂസ് ചെയ്യുക? ഹീയുടെ കൂടെ ഈസ് യൂസ് ചെയ്യും, ഷീയുടെ കൂടെ ഈസ് യൂസ് ചെയ്യും, ഇറ്റിന്റെ കൂടെ. സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗണിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നൗൺസിന്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യും. നോക്കൂ, ഹി ഈസ് ടോൾ. അല്ലാതെ ഹി ആം ടോൾ എന്ന് പറയില്ലല്ലോ, അല്ലെങ്കിൽ ഹി ആർ ടോൾ എന്ന് പറയില്ലല്ലോ. ഹി ഈസ് ടോൾ എന്നാണ് പറയാ. ഓക്കെ, ഷീ ഈസ് റീഡിങ്. കണ്ടോ, ഷീ ഈസ് റീഡിങ് എ ബുക്ക്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈസ് യൂസ് ചെയ്തു. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഓക്കെ, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. സിംഗുലർ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഓക്കെ, മൈ സിസ്റ്റർ ഈസ് അറ്റ് ഹോം. മൈ സിസ്റ്റർ സിംഗുലർ ആണ് അല്ലെ. മൈ സിസ്റ്റർ ഈസ് അറ്റ് ഹോം. വളരെ സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? നോക്കിയോക്കോ, ആം നമ്മൾ എവിടെ യൂസ് ചെയ്യാം? ഐയുടെ കൂടെ മാത്രമാണ് ആം യൂസ് ചെയ്യുള്ളൂ. ഐ ആം ഹാപ്പി, ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം എ ടീച്ചർ, എന്ത് വേണമെങ്കിലും അല്ലെ. ഐ ആം എ ഡാൻസർ, ഐ ആം 6 years old, ഓർ ഐ ആം 21 years old, ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ആം യൂസ് ചെയ്യാം. ഈസ് ആണെങ്കിലോ, ഈസ് യൂസ്ഡ് എവിടെയാ? സിംഗുലർ നൗൺസ് ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. അപ്പൊ അതങ്ങനെ മനസ്സിൽ കയറ്റി വെക്കാം. നോക്കൂ, ഹി ഈസ് ടോൾ. ഹി ഈസ് ടോൾ. ഷീ ഈസ് റീഡിംഗ് എ ബുക്ക്. ഇറ്റ് ഈസ് റെയിനിങ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. മൈ സിസ്റ്റർ ഈസ് അറ്റ് ഹോം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? നെക്സ്റ്റ് നമ്മൾ ആറിലേക്ക് കടക്കാൻ പോവാണ്. ആറ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലൂറൽ നൗൺസ് യു, വി, ദേ. ഓക്കെ, ആറ് നമ്മൾ എവിടെയാ യൂസ് ചെയ്യാ? യു, വി, ദേ. യു, വി, ദേ. പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ നൗൺസ് യു, വി, ദേ. യു, വി, ദേ. പ്ലൂറൽ നൗൺസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നോക്കൂ, യു ആർ മൈ ഫ്രണ്ട്. ഓക്കെ, യു ആർ മൈ ഫ്രണ്ട്. നെക്സ്റ്റ് നോക്കൂ, വി ആർ റെഡി. വി വന്നപ്പോ എന്താ വന്നത്? ആർ. വി ആർ ready. Next നോക്കൂ, they are playing football. Okay,
ദ സ്റ്റുഡൻസ് നോക്കൂ, ദ സ്റ്റുഡൻസ് പ്ലൂറൽ ആണ് അല്ലെ, ആർ. അവിടെ നമ്മൾ എന്ത് വെച്ചു, ആർ ഇൻ ദ ക്ലാസ് റൂം. ദ സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. എന്താണ് നെക്സ്റ്റ്, മൈ പാരന്റ്സ് ആർ കുക്കിംഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള യൂസേജ് ആണ് നമ്മൾ ഈ സാം ആറിന്റെ ഭാഗത്ത് വരുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി നോക്കി നോക്കാം. ഐയുടെ കൂടെയാണ് നമ്മൾ ആം യൂസ് ചെയ്യുക. സിംഗുലർ നൗൺസ് ആൻഡ് ഹി, ഷീ, ഇറ്റ് അതിന്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യാറ്. ആരാണെങ്കിലോ പ്ലൂറൽ നൗൺസ് ആൻഡ് യു, വി, ദേ. യു, വി, ദേ അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, ആറ് യൂസ് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ. ഐയുടെ കൂടെ ആം, ഹി, ഷീ, ഇറ്റ്, ഈസ്. സിംഗുലർ നൗൺ ആണെങ്കിൽ ഈസ്, യു, വി, ദേ എന്താ യൂസ് ചെയ്യുക, ആറാണ് യൂസ് ചെയ്യുക. ക്ലിയർ. പ്ലൂറൽ നൗൺസ് ആണെങ്കിൽ എന്ത് തന്നെയാണ്, ആറാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അത്രയും ഭാഗം ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം യൂസേജ് ഓഫ് ഈസ്, ആം, ആർ ആണ്. അതിലത്തെ വളരെ ബേസിക് ആയിട്ടുള്ള യൂസേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു ആണ് അല്ലെങ്കിൽ ആകുന്നു, ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന മീനിങ്ങിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, ഈസ്, ആം, ആറ് യൂസ് ചെയ്യാറ്. ക്ലിയർ. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന മീനിങ്ങിൽ നമ്മൾ ഈസ്, ആം, ആർ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു, ആമിന്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഐ ആണ് യൂസ് ചെയ്യുക അല്ലെ. ആമിന്റെ കൂടെ ഐ ആം ഹാപ്പി, ഐ ആം എ ടീച്ചർ, ഐ ആം 6 years old അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആം എന്നുള്ളത് നമ്മൾ എന്തിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാ, ഐയുടെ കൂടെ. എന്നാൽ ഈസ് വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈസ് നമ്മൾ സിംഗുലർ നൗൺസ്, ഓക്കെ, സിംഗുലർ നൗൺസിന്റെ കൂടെ ഷീ, ഹി, ഇറ്റ് ഈ കണ്ടീഷൻസുകൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, ഈസ് യൂസ് ചെയ്യാറ്. ക്ലിയർ ആണല്ലോ. ഇനി ആറാണെങ്കിൽ പ്ലൂറൽ നൗൺസ് ആണ് അല്ലെ. പ്ലൂറൽ നൗൺസ് പ്ലസ് യു, ദേ, വി ഇതിന്റെ കൂടെയാണ് നമ്മൾ ആറിനെ യൂസ് ചെയ്യാറ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ കുറച്ച് കണ്ടീഷൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈസ്, ആം, ആർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന മീനിങ്ങിലാണ് ഈസ്, ആം, ആർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോൾ. അത് നോർമലി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുമ്പോഴാണ് നമ്മൾ ഈസും, ആമും, ആറും യൂസ് ചെയ്യാന്നാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നെയിം. നെയിം പറയുമ്പോൾ നമ്മള് അല്ലേ ഈസ്, ആം, ആർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ആം ആണ്. ഐ ആം ലക്ഷ്മി. നോക്കൂ, ഐ ആം ലക്ഷ്മി കണ്ടോ. അപ്പൊ എന്ത് യൂസ് ചെയ്തു, ആം യൂസ് ചെയ്തു. അതായത് ഒന്നാമത്തെ നമ്മൾ പേരുകൾ പറയാൻ വേണ്ടിയിട്ട്, നെയിംസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ സാം, ആർ യൂസ് ചെയ്യാറുണ്ട്. ഏജ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ സാം, ആർ യൂസ് ചെയ്യാറുണ്ട്. പ്ലേസ്, ഇൻട്രസ്റ്റഡ് ഇൻ, ക്വാളിറ്റീസ്, ജോബ് ഓർ പൊസിഷൻ, ലൈവ് ആക്ടിവിറ്റീസ്, ഗുഡ് അറ്റ്, ഡേ ഓർ ഡേറ്റ് ഇതൊക്കെ പറയുന്ന കണ്ടീഷൻസുകളിൽ നമ്മൾ നോർമലി ഈ സാം, ആർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കാറ്. അപ്പൊ നമ്മൾക്ക് കടക്കാൻ പോവാണ്. നോക്കി നോക്കുക. നെയിം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് എങ്ങനെയാ പറയാ, ആം അല്ലെ. ആം ലക്ഷ്മി, ആം പ്രിയ, ആം ആദ്വിത്, ലൈക്ക് ദാറ്റ് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയാം. അപ്പൊ നമ്മള് പറഞ്ഞങ്ങനെ പഠിക്കുക. അതായത് നമ്മള് നോർമലി ഇതെല്ലാവർക്കും അറിയാം, ഐ ആം എന്താ പറയാ നമ്മുടെ പേര് പറയാൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ചില സിറ്റുവേഷൻസിൽ പലർക്കും ഇതെടുത്ത് എന്താ പറയാ പ്രയോഗിക്കാൻ കിട്ടില്ല അല്ലെ. കുന്തം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ഇതെടുത്ത് എറിയാൻ പറ്റണ്ടേ. ആ അവസ്ഥയില് പലരും സ്റ്റെക്കായി പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് നമ്മളുടെ വായനങ്ങളുടെ നോർമലി വരണം. അല്ലാതെ ഒരു കാലത്തും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതായത് നോർമലി മലയാളീസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആമിന്റെ യൂസേജ് നോക്കൂ. ഐ ആം ലക്ഷ്മി. അപ്പൊ നമ്മൾ നെയിം പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, ആം യൂസ് ചെയ്തു. ഐ ആം 6 years old അല്ലെ. ഏജ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഐ ആം 6 years old, ഐ ആം 21 years old, or I am 50 years old, like that. I am from നിലമ്പൂർ. എവിടെന്നാണ് നമ്മൾ എവിടെന്നാ വരുന്നത്, നമ്മുടെ പ്ലേസ് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ഫ്രം നിലമ്പൂർ, ഐ ആം ഫ്രം പൊന്നാനി, ഐ ആം ഫ്രം
കടവല്ലൂർ, ഐ ആം ഫ്രം ഗുരുവായൂർ, ഐ ആം ഫ്രം ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മുടെ പ്ലേസ്, ഏജ്, നെയിം ഒക്കെ പറയാൻ വേണ്ടി നമുക്ക് ഐ ആം യൂസ് ചെയ്യാം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡാൻസിൽ, അല്ലെങ്കിൽ റീഡിങ്ങില്, അങ്ങനെയുള്ള കണ്ടീഷൻസുകളിലൊക്കെ നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മൾ എന്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, എന്താ ഇപ്പൊ ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ള ആ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആം യൂസ് ചെയ്യാം. ദെൻ ആം ബ്യൂട്ടിഫുൾ, അതായത് അത് നമ്മുടെ ഒരു ക്വാളിറ്റി ആണ് അല്ലെ. ആം ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഐ ആം ലൈക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ക്വാളിറ്റീസ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സാം ആർ യൂസ് ചെയ്യാം. കണ്ടോ, ക്വാളിറ്റീസ്. ദെൻ ഐ ആം എ ഡാൻസർ, അതായത് ഇപ്പൊ ഞാൻ നമ്മുടെ ജോബോ പൊസിഷനോ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഐ ആം എ ടീച്ചർ, ഐ ആം എ ബാങ്ക് മാനേജർ, ഓർ ഐ ആം എ പ്ലേയർ, അല്ലെങ്കിൽ ഐ ആം എ റൈറ്റർ, ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് നോക്കൂ, അങ്ങനെ നമ്മുടെ ആ ഒരു ക്വാളിറ്റീസ്. ഇനി നമ്മൾക്ക് ലൈവ് ആക്ടിവിറ്റീസ്, ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ജസ്റ്റ് ഐ ആം സ്റ്റഡിയിങ് ഇൻ ഗ്രേഡ് 1, അല്ലെങ്കിൽ അതെങ്ങനെ തന്നെ പറയാം, ഐ ആം ഇൻ ഗ്രേഡ് 1 എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈവ് ആക്ടിവിറ്റീസ് ആകുമ്പോൾ അതാണ് നമ്മളിവിടെ വെർബിന്റെ ING ഫോം യൂസ് ചെയ്തിട്ട്. ഐ ആം സ്റ്റഡിയിങ്, അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേഡ് 1 അങ്ങനെ, അല്ലെങ്കിൽ ഐ ആം ഇൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാലും തെറ്റില്ല. അവിടെ ഒരു വെർബ് വരുമ്പോൾ അതിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ ഐ ആം ഇൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഐ ആം പ്രിപ്പയറിംഗ് സിവിൽ സർവീസ് എക്സാം, അല്ലെങ്കിൽ ഐ ആം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐ ആം പ്രിപ്പയറിംഗ് എ കാറ്ററ്റ് എക്സാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മളെ ലൈവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സാം ആർ യൂസ് ചെയ്യാം. ഇവിടെ ആം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ദെൻ നമ്മൾ എന്തിലെങ്കിലും ഗുഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. അപ്പോഴും കണ്ടോ, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്, ഡാൻസിങ്ങിൽ ഞാൻ ഗുഡ് ആണ് എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ ഈ രീതിയിലും ഉപയോഗിക്കാം, ഐ ആം എ ഗുഡ് ഡാൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഗുഡ് അറ്റ് പറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തു. ഇനി നോക്കൂ, ടുഡേ, ഡേ ഓർ ഡേറ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ടുഡേ ഈസ് ഫ്രൈഡേ, അപ്പൊ നമ്മൾ ഈസ് യൂസ് ചെയ്തു. കണ്ടോ, ടുഡേ ഈസ് ഫ്രൈഡേ, അല്ലെങ്കിൽ ടുഡേ ഈസ് ജാനുവരി 26th. അപ്പോ ഡേറ്റോ ഡേയോ പറയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ആം യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇനി ഐയുടെ കൂടെ മാത്രമാണ് നമ്മൾ ആം യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കൺഫ്യൂഷന്റെ കാര്യമില്ല. ഇനി സിംഗുലർ നൗൺസുകളോ ഷീ, ഹി, ഇറ്റ് ഒക്കെ വരുമ്പോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് ടുഡേ ഈസ് ഫ്രൈഡേ, അല്ലെങ്കിൽ ടുഡേ ഈസ് ജാനുവരി 26th, അങ്ങനെയൊക്കെ പറയാം. നോക്കൂ, ഇടയ്ക്ക് വരൂ, നമ്മൾ മറ്റൊരാളെ പറ്റിയിട്ട് പറയാം. ഷീ ഈസ് അൽന, അവൾ അൽനയാണ് അല്ലെ. അങ്ങനെ ഷീ ഈസ് 6 years old, ഈസ് വിട്ടുപോയി അല്ലെ, സോറി. ഷീ ഈസ് 6 years old, അവൾക്ക് 6 വയസ്സാണ്. അപ്പൊ നോക്കി നോക്ക, ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് 6 വയസ്സാകുന്നു, അല്ലെങ്കിൽ 6 വയസ്സാണ്, അല്ലെങ്കിൽ അവൾക്ക് 21 വയസ്സാണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കൂ, ഷീ, അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരാളെ പറ്റി നമ്മൾ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. ഷീ ഈസ് അൽന, ഷീ ഈസ്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ബയോഡാറ്റയിൽ. നമ്മൾ നമ്മളെ പറ്റി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഐ ആം, ഇപ്പൊ ലക്ഷ്മി ആണെങ്കിൽ നോക്കൂ, ഐ ആം ലക്ഷ്മി, ഐ ആം 6 years old, ഐ ആം ഫ്രം നിലമ്പൂർ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം എ ഡാൻസർ, ഐ ആം സ്റ്റഡിയിങ് ഇൻ ഗ്രേഡ് 1, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് പറഞ്ഞു പോവാം. ആം എന്ന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ഇനി നമ്മൾ മറ്റൊരാളെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾക്ക് ഷിയോ, ഹിയോ, അല്ലെങ്കിൽ മറ്റൊരു സാധനം ആണെങ്കിൽ അതോ ആ തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സിംഗുലർ നൗൺസ് ഏതാണെങ്കിലോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഈസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നോക്കൂ, ഷീ ഈസ് അൽന, ഷീ ഈസ് 6 years old, ഷീ ഈസ് ഫ്രം വട്ടംകുളം, ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ്, ഷീ ഈസ് വെരി പൊളൈറ്റ്, ഷീ ഈസ് എ റൈറ്റർ, ഷീ ഈസ് ഗുഡ് അറ്റ് സ്പീക്കിംഗ്, ലൈക്ക് ദാറ്റ്. ഹി ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് പ്രൊസീജിയർ. അതായത് ഹി ഈസ് അക്ബർ, ഹി ഈസ് 21 years old, ഹി ഈസ് ഫ്രം ചാവക്കാട്, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പീക്കിംഗ്, ഹി ഈസ് വെരി എന്താ പറയാ, എന്താ വേണ്ടത്? ഹി ഈസ് വെരി ഹാൻസം, ഹി ഈസ് എ
പോയറ്റ്, ഹി ഈസ് ഗുഡ് അറ്റ് ലിസണിങ്, ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ അങ്ങനെ പറയാം. ഓക്കെ, ഇറ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇനി അടുത്തത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആറിന്റെ യൂസേജും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർ എങ്ങനെയാ? ദേ ആർ ടീച്ചേഴ്സ്, അവര് ടീച്ചേഴ്സ് ആണ്. വി ആർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആണ്. യു ആർ ദ ബെസ്റ്റ് ഫോർ മീ, നീ എനിക്ക് ബെസ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യാ? അപ്പൊ നമ്മൾ ആറ് വരുമ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്ലൂരൽ നൗൺസുകളും അതോടൊപ്പം തന്നെ യു, ദേ, വി, ഈ കണ്ടീഷൻസുകളിലും നമ്മൾ എന്താണ് യൂസ് ചെയ്യാ? ആറാണ് യൂസ് ചെയ്യുക. അപ്പം ദേ ആർ ടീച്ചേഴ്സ്, വി ആർ ഫ്രണ്ട്സ്, യു ആർ ദ ബെസ്റ്റ് ഫോർ മീ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഇംഗ്ലീഷിന്റെ ഈ ഈസ് ആം ആറുകൾ യൂസ് ചെയ്യാം. ഈസ് ആം ആറിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമർ സെഷനിലേക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമാവും എന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് കാണുക, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു എക്സാം ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളെ കുറിച്ചും മറ്റുള്ള ഒരാളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ അതിന്റെ യൂസേജ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ